ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ മറ്റൊരു പാർട്ടാണ്. ഈ ഒരു പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറും അതുപോലെ പ്രോഗ്രാം ടൂളും പിന്നെ ഡാറ്റ ആൻഡ് ഡാറ്റ പ്രോസസിങ് പിന്നെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ആണ് ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യണം. നമ്മുടെ പാർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ പാർട്ടികൾ കണ്ടിട്ട് മാത്രമേ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുള്ളൂ. ഓക്കെ, സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേറ്റീവ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ യൂസറിന് ആവശ്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനോ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമ്മുടെ എക്സല്, വേർഡ്, പവർ പോയിന്റ് ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കില്ല. എന്നാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിലും കമ്പ്യൂട്ടർ പ്രവർത്തിക്കും. ഓക്കെ, ഇനി ഹൈറാർക്കി ഒന്ന് നോക്കി നോക്കിയേ. ആദ്യം യൂസർ, പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, രണ്ടാമത്തെ സിസ്റ്റം സോഫ്റ്റ്വെയർ, മൂന്നാമത്തെ ഹാർഡ്വെയർ. ഓക്കെ, ഇത് നമുക്ക് ഓർമ്മ തരണം. ഓക്കെ, പിന്നെ അടുത്ത പറയുന്നത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടും സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് പൊതുവായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് നമ്മുടെ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ വേർഡ്, എക്സല്, പവർ പോയിന്റ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മുടെ ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെയാണ് സ്പെഷ്യൽ പർപ്പസ് സോഫ്റ്റ്വെയർ. ഒരു പ്രത്യേക ജോലി ചെയ്യാൻ മാത്രമേ നിർമ്മിക്കപ്പെട്ട സോഫ്റ്റ്വെയർസ് ആണ് സ്പെഷ്യൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുമ്പോൾ നമ്മുടെ ടാലി ആണ്, അക്കൗണ്ട് ടാലി നോക്കാനുള്ള സോഫ്റ്റ്വെയർ ആണ്. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള മീഡിയ പ്ലെയർ ആണ്, അതായത് VCL പ്ലെയർ. സിനിമ കാണണം, ചില ലാംഗ്വേജിലേക്ക് മാറ്റി സിനിമ കാണാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. മറ്റേതൊന്നും സോഫ്റ്റ്വെയർ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, ഞങ്ങളുടെ എക്സാം ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് പറയാനുള്ള പ്രോഗ്രാമിംഗ് ടൂൾ ആണ്. അതായത് പ്രോഗ്രാമുകൾ, സോഫ്റ്റ്വെയറുകൾ റൈറ്റ് ചെയ്യാനും പരിശോധിക്കാനും അവിടെ തന്നെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനും ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. നമുക്ക് ടൈപ്പ് ഓഫ് പ്രോഗ്രാം ടൂൾസ് നോക്കാം. അഞ്ചെണ്ണം പറയുന്നുണ്ട്. ആദ്യത്തെ തന്നെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അത് കോഡ് എഴുതാൻ ഉപയോഗിക്കുന്നതാണ് ആ ഒരു പ്രോഗ്രാമിംഗ് ടൂൾ എന്ന് പറയുന്നത്. അതായത് C++, ജാവ, പൈത്തൺ എന്നിവയൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു വിഭാഗത്തിലാണ്. രണ്ടാമത്തെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു, കമ്പൈലർ, അസംബ്ലിയർ, പിന്നെ അതുപോലെ ഇന്റർപ്രറ്റർ. ഓക്കെ, അതാണ് ഈ ഒരു വീണ്ടും ഉൾപ്പെടുത്താൻ കാരണം. ഓക്കെ, മൂന്നാമത്തെയാണ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്പ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഇത്രയേ ഉള്ളൂ. അതായത് കോഡിങ്, ടെസ്റ്റിങ്, ഡീബഗിങ് എന്നിവ ഒരുപെടുത്ത് നൽകുന്നു. അതായത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, പിന്നെ പൈച്ചാം എന്നൊക്കെ എക്സാമ്പിൾ ആണ്. നാലാമത്തെ ഡീബഗിങ് ആണ്, പ്രോഗ്രാമിലെ തെറ്റുകൾ കണ്ടെത്തി തിരുത്തുകയാണ് ചെയ്യുന്നത്. അഞ്ചാമത്തെ എഡിറ്റേഴ്സ്, അത് നമുക്കറിയാം കോഡുകൾ ടൈപ്പ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ടൂൾസ്, അതായത് നോട്ട് പാഡ് എന്നൊക്കെ അതിൻ്റെ എക്സാമ്പിൾ ആണ്. അടുത്ത് ഞാൻ പറഞ്ഞ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഉൾപ്പെടുത്താനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് നോക്കുന്നത് പ്രോഗ്രാമിംഗ് ഡെവലപ്മെന്റ് ടൂൾസ് ആണ്. ഓക്കെ, ഈ ടൂള് പ്രോഗ്രാമർക്ക് എളുപ്പത്തിൽ കോഡ് എഴുതാൻ സഹായിക്കുന്നു. അതിൻ്റെ അന്തരീക്ഷം IDs നൽകുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് രണ്ടാമത്തെ അണ്ടർസ്റ്റാൻഡിങ് പ്രോഗ്രാം ടൂൾ ആണ്. അതായത് നമ്മൾ മനുഷ്യന് കൊടുക്കുന്ന ലാംഗ്വേജ് നമ്മുടെ ലാപ്ടോപ്പിന്, സിസ്റ്റത്തിന് മനസ്സിലാവില്ല. അപ്പോൾ അത് നമ്മൾ കൺവേർട്ട് ചെയ്യണം, മെഷീൻ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്യണം ബൈനറി ആയിട്ട്. അപ്പോൾ അതിൽ ചില ഘട്ടങ്ങൾ നടക്കുന്നത്, നമ്മൾ ആദ്യം ലെവൽ ലാംഗ്വേജ് നമുക്കറിയുന്ന ഭാഷയാണ് കമ്പ്യൂട്ടറിന് കൊടുക്കാം. അത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആയ കമ്പൈലറും ഇന്റർപ്രറ്ററും മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം CPU എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇവിടെ നമ്മൾ നോക്കുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും ക്ലോസ്ഡ് സോഫ്റ്റ്വെയറുമാണ്. ഓക്കെ, ഇവിടെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന റിച്ചാർഡ് സ്റ്റാൻമാൻ ആണ്. ഓക്കെ, ഇവിടെ പറയുന്നത്രേ ഉള്ളൂ, സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനും അതിൻ്റെ ഉറവിട സോഴ്സ് കോഡ് പഠിക്കാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുമുള്ള പൂർണ്ണ സ്വന്തം നൽകുന്ന സോഫ്റ്റ്വെയർസ് നമ്മൾ എന്ത് വരുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ഉള്ളൂ ആ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കാനും അതിനെ കുറിച്ച് മനസ്സിലാക്കാനും പിന്നെ മറ്റുള്ളവർക്ക് എന്ത് എഡിറ്റിംഗ് വരുത്താനും സാധിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ ഫ്രീ ഓപ്പൺ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആൻഡ്രോയിഡ്, ഐഫോൺ വ്യത്യാസം നോക്കുമ്പോൾ ആൻഡ്രോയിഡ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ക്രോമിയം പറയാം. ഓക്കെ, അടുത്ത് നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട 4 എക്സിസ്റ്റൻഷ്യൽ ഫ്രീഡംസ് ആണ്. അതിൽ ഫ്രീഡം 0 ആണ്, ഏത് ആവശ്യത്തിനും പ്രോഗ്രാം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഫ്രീഡം 1 ആണ്, പ്രോഗ്രാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കാനും അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ നമുക്ക് ഫ്രീഡം 2 ആണ്, പ്രോഗ്രാമിൻ്റെ കോപ്പികൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ,
പിന്നെ ഫ്രീഡം 3 ആണ് മാറ്റം വരുത്തിയ പുതിയ പതിപ്പുകൾ വിതരണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, ഇതൊക്കെയാണ് ഫ്രീഡംസ് ആയിട്ട് വരുന്നത്. ഓക്കെ, റിച്ചാർഡ് സ്റ്റാൾമാൻ ഫാദർ ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 1983 GNU പ്രൊജക്റ്റ് ആരംഭിച്ചത്. ഇതിൽ 1985 ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. പിന്നെ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനായി GNU ജനറൽ പബ്ലിക് ലൈസൻസ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ. ഇത്തരം സോഫ്റ്റ്വെയറുള്ള സോഴ്സ് കോഡ് രഹസ്യമായിരിക്കും. കമ്പനിക്ക് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ, അതായത് വികസിപ്പിച്ച കമ്പനിക്ക് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുള്ളൂ. മാക് OS, iOS, പിന്നെ സൂം എന്നിവയൊക്കെ ആ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഓക്കെ, നമുക്ക് കമ്പാരിസൺ നോക്കാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെയും. അതിൻ്റെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാനും പഠിക്കാനും തിരുത്തുകൾ വരുത്താനും സാധിക്കും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിലേക്ക്. ക്ലോസിലേക്ക് പോകുമ്പോൾ കമ്പനിക്ക് മാത്രമായി രഹസ്യമായിരിക്കും, ഉപഭോക്താക്കൾക്ക് ലഭിക്കില്ല. പിന്നെ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് നോക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ഡെവലപ്പേഴ്സിന് അപ്ഡേറ്റ് പെട്ടെന്ന് നൽകാൻ സാധിക്കും. പക്ഷേ കമ്പനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ ക്ലോസ്ഡ് സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി ട്രാൻസ്പെറൻ്റ് ആണ്, തകരാറുകൾ പെട്ടെന്ന് മനസ്സിലാക്കി നമുക്ക് തിരുത്താൻ കഴിയും. പിന്നെ മറ്റത് വിതരണം ചെയ്യുന്ന കമ്പനിയെ പൂർണ്ണമായി ആശ്രയിക്കേണ്ടി വരും. സെക്കൻഡിലേക്ക് പോകുമ്പോൾ അടുത്ത കസ്റ്റമൈസേഷൻ ആണ്, അതായത് ഉപഭോക്താവിന് ആവശ്യാനുസരണം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിലാണ്. മറ്റേത് അങ്ങനെ ചെയ്യില്ല. കമ്പനിയുടെ എങ്ങനെയാണോ കമ്പനി നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെയാണ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ കമ്പനിയാണ് അതിന് സമ്മതിക്കേണ്ടത്, അതായത് അത് നിർമ്മിച്ച കമ്പനി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു സ്ലൈഡിൽ വരുന്നത്. അതായത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നോക്കുന്നത്. അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഡാറ്റ ആൻഡ് ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻസ്. നമ്മുടെ ഇന്നത്തെ AI യുഗത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ് ഡാറ്റയും ഇൻഫർമേഷൻസും. ഓക്കെ, അതുകൂടാതെ നമ്മുടെ ബിസിനസ്, സയൻസ്, ഗവൺമെന്റ്, നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഏതൊരു മേഖല എടുത്താലും അവിടെ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ പുതിയ അറിവുകൾ നേടാനും പിന്നെ അതുകൂടാതെ ഓരോ കണ്ടെത്തലിലേക്ക് ഇടപെടാനും അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ഡാറ്റയും ഇൻഫർമേഷൻസുമാണ്. ഓക്കെ, കമ്പ്യൂട്ടർ ആർ widely used for data processing because of their internet speed, because and their reliability. ഓക്കെ, നമുക്ക് ചില വേർഡ് സിസ്റ്റം നോക്കി പോവാം. ഡാറ്റ എന്ന് പറയുന്നത് ക്രമീകരിക്കാത്ത അസംസ്കൃത വിവരങ്ങളും അക്കങ്ങളുമാണ്, അതായത് റോ അൺഓർഗനൈസ്ഡ് ഫാക്ട് ആൻഡ് ഫീച്ചേഴ്സ്. ഓക്കെ, പിന്നെ ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ് ചെയ്ത അർത്ഥവത്തായ ഡാറ്റയെ നമ്മൾ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ നോളജി, വിവരങ്ങൾ ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് നോളജി എന്ന് പറയുന്നത്. പിന്നെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അറിവ് ഉപയോഗിച്ച് പുതിയ സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയാം. ഒന്നാമത് വിസ്റ്റം ഒരു വിവേകമാണ്. അറിവും അനുഭവ സമ്പത്തും ഉപയോഗിച്ച് ജീവിതത്തിൽ ശരിയായ തീരുമാനം എടുക്കാനുള്ള കഴിവാണ് നമ്മൾ വിസ്റ്റം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് വലിയ പ്രാധാന്യമില്ല, വിസ്റ്റം നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഓക്കെ, നമുക്ക് ഡാറ്റ പ്രോസസ്സിംഗ് നോക്കാം. ഡാറ്റ പ്രോസസ്സിംഗ് സിമ്പിൾ ആണ്, അതായത് നമ്മുടെ ഡാറ്റയെ ഇൻഫർമേഷനുമായി മാറ്റുന്ന പ്രക്രിയയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇന്ന് മാനുവൽ ഡാറ്റ പ്രോസസ്സിംഗ് ഉണ്ട്, ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് ഉണ്ട്. ഇത് മനുഷ്യർ പെന്നും പേപ്പർ ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയാണ് മാനുവൽ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. സ്റ്റേജ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ഉണ്ട്. ആദ്യത്തെ കളക്ഷൻ ആണ്, വിവിധ സോഴ്സസിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്രിപ്പറേഷൻ ആണ്, ശേഖരിച്ച ഡാറ്റയിലെ തെറ്റുകൾ തിരുത്തി നമ്മൾ അട്ടിക്ക് വെക്കുകയാണ് പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഇൻപുട്ട് ആണ്. ഇൻപുട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച ഡാറ്റയാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാതെ കീബോർഡ് വഴിയും മൗസ് വഴിയും ചെയ്യുന്നതാണ് ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രോസസ്സിംഗ് ആണ്, CPU ഉപയോഗിച്ചിട്ട് പ്രോസസ്സ് ചെയ്യുകയാണ് ആരും ഇത് ചെയ്യുന്നത്. പിന്നെ സ്റ്റോറേജ്, CPU വെച്ചിട്ട് പ്രോസസ് ചെയ്ത ഓരോ ഡാറ്റയും നമ്മൾക്ക് ആവശ്യമായ ടൈമിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നതാണ് സ്റ്റോറേജ്. അടുത്ത ഔട്ട്പുട്ട് ആണ്, നമ്മൾ ഈ സ്റ്റോറേജ് ചെയ്ത ഡാറ്റ നമുക്ക് മാനുവലി കാണാൻ പാകുന്ന വിധത്തിൽ മോണിറ്ററിൽ അല്ലെങ്കിൽ പ്രിന്ററിൽ എടുക്കുന്നതാണ് ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. നമ്മുടെ കമ്പ്യൂട്ടർ ആസ് എ ഡാറ്റ പ്രോസസ്സിംഗ് മെഷീൻ അവിടെ വരുന്നത് കമ്പ്യൂട്ടറിന്റെ സവിശേഷതകളാണ്. നമുക്ക് സ്പീഡിൽ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും കമ്പ്യൂട്ടറിൽ. പിന്നെ ആക്യുറൻസി ആയിരിക്കും, നിർദ്ദേശങ്ങൾ ശരിയായി കൊടുത്ത ഡാറ്റയും അതുപോലെ നല്ല രീതിയിൽ ചെയ്തു തരും. പിന്നെ സ്റ്റോറേജ് ആണ്, നമുക്ക് എത്ര വലിയ ഡാറ്റ വേണമെങ്കിൽ നമുക്ക് സ്റ്റോറേജ് വെക്കാൻ പറ്റും. അതൊരു കമ്പ്യൂട്ടറിന്റെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര ഡാറ്റ വേണമെങ്കിൽ നമുക്ക് സ്റ്റോറേജ് വെക്കാൻ പറ്റും.
പിന്നെ ഡിലിജൻസി ആണ്, മടുപ്പില്ലാതെ എത്ര ടൈം വേണമെങ്കിലും നമുക്കത് ചെയ്തു തരും. ഓക്കെ, അതിന് കേടുപാടലില്ലെങ്കിൽ. പിന്നെ ഓട്ടോമേഷൻ ആണ്, അതായത് പ്രോഗ്രാം നൽകിയ സ്വയം ജോലി ചെയ്തെടുക്കും. ഓക്കെ, അത് CPU തനിയാണ് ചെയ്യുന്ന. പിന്നെ വെർസബിലിറ്റി ആണ്, ജീവിതത്തിലെ എല്ലാ മേഖലയിലും വ്യത്യസ്തമായ ജോലികൾ ഒരേ സമയം ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇതാണ് കമ്പ്യൂട്ടറിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അത് മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി നോക്കുമ്പോൾ. ഓക്കെ, അടുത്തൊരു ഭാഗമാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത രീതിയിലും ഊർജ്ജക്ഷമത ഉറപ്പുവരുത്തിയും കമ്പ്യൂട്ടറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും രൂപകൽപ്പന ചെയ്യാനും ഉപയോഗിക്കാനും സംസ്കരിക്കാനുമുള്ള പ്രക്രിയയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിന്റെ കീ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അതിന്റെ ഘടകങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് എനർജി എഫിഷ്യൻസി ആണ്. അതായത് ഉപകരണങ്ങളും ഡാറ്റാ സെൻസറുകളും പ്രവർത്തിക്കാൻ കുറഞ്ഞ വൈദ്യുതി ഉപയോഗിക്കുക എന്നാണ് എനർജി എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ആണ്, എളുപ്പത്തിൽ നശിക്കുന്നതും പുനരുപയോഗിക്കാൻ കഴിയുന്നതുമായ വസ്തുക്കൾ ഉപയോഗിക്കുന്ന രീതിയാണ്. അടുത്താണ് വേസ്റ്റ് റിഡക്ഷൻ, അതായത് ഉപകരണങ്ങൾ ദീർഘകാലം ഉപയോഗിച്ച് ഇലക്ട്രോണിക് മാലിന്യങ്ങൾ കുറയ്ക്കുക എന്നാണ്. പിന്നെ റെസ്പോൺസിബിൾ ഡിസ്പോസലാണ്, ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ കൃത്യവും സുരക്ഷിതവുമായ രീതിയിൽ സംസ്കരിക്കുക എന്നതാണ് ഈ സെക്ഷനിൽ വരുന്ന. അടുത്ത നമുക്ക് ഇ വേസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് വേസ്റ്റുകളാണ്. അതായത് നമ്മൾ കേടായി കഴിഞ്ഞ കമ്പ്യൂട്ടർ, പ്രിന്ററുകൾ, കീബോർഡ്, മൗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മണ്ണിലേക്ക് എറിയാറുണ്ട്. അതാണ് ഇ വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക് പോലെ ചില മാരക രോഗങ്ങൾ ഉണ്ടാക്കും. അതായത് സ്വർണം, വെള്ളി, ചെമ്പ്, മെർക്കുറി, കാഡിയം എന്നിവയുടെ വസ്തുക്കൾ ഉണ്ടാവും. അത് നമ്മുടെ വെള്ളത്തിലും മറ്റു ഇതിലും മണ്ണിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് രോഗങ്ങൾ വരേണ്ട സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഡിസ്പോസിബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. സേഫ് മെത്തേഡും അൺസേഫ് മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, സേഫ് മെത്തേഡ് റീയൂസ് ആണ്, അത് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ നമുക്ക് ആവശ്യക്കാർക്കോ സ്കൂൾ വിദ്യാർത്ഥികൾക്കോ നൽകാവുന്നതാണ്. പിന്നെ റീസൈക്കിൾ ആണ്, സർട്ടിഫൈഡ് റീസൈക്കിൾ സെന്ററുകൾ വഴി അപകടകാരികളല്ലാത്ത കാര്യങ്ങൾ മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തതാണ് ടേക്ക് ബാക്ക് പ്രോഗ്രാംസ് ആണ്, അതായത് ആപ്പിൾ, ഡെല്ല്, HP തുടങ്ങിയ കമ്പനികളുടെ തിരികെ വാങ്ങൽ പദ്ധതിയിൽ ചേരുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് സേഫ് മെത്തേഡ്. പിന്നെ അൺസേഫ് മെത്തേഡ് എന്ന് പറയുന്നത് മണ്ണിൽ കുഴിച്ചിടുന്നത് അൺസേഫ് ആണ്. പിന്നെ അടുത്ത് നമ്മൾ കത്തിക്കുന്നത് അൺസേഫ് ആണ്. പിന്നെ ആസിഡ് മെത്തേഡ് അതും അൺസേഫ് ആണ്. പിന്നെ എക്സ്പോർട്ടിംഗ് ടു ഡെവലപ്മെന്റ് കൺട്രീസ്. ഓക്കെ, അതായത് ഡെവലപ്മെന്റ് അല്ലാത്ത കൺട്രികളിലേക്ക് നമ്മൾ അത് അയക്കുന്നത് തെറ്റാണ്, അത് അൺസേഫ് മെത്തേഡാണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ഈ വേസ്റ്റ് കൂടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഒന്നാമത് ആവശ്യമില്ലാതെ സാധനങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കുക. ഓക്കെ, അതായത് ഇതിന് ചെറിയ ചെറിയ റിപ്പയറുകൾ മാത്രം ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അത് റീയൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് സർട്ടിഫൈഡ് റീസൈക്കിൾ വഴി മാത്രമായി നശിപ്പിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ഡ്രോപ്പ് ഓഫ് സെന്റേഴ്സ് മതിയും നശിപ്പിക്കാൻ ശ്രമിക്കാം. പിന്നെ അടുത്ത് പറയാനുള്ളത് ഈ വേസ്റ്റിനെ കുറിച്ച് മറ്റുള്ള ബോധ്യപ്പെടുപ്പിക്കാന്നാണ്. അതായത് നമുക്ക് ഈ വേസ്റ്റ് എന്താണെന്ന് അറിയുമെങ്കിൽ അതിങ്ങനെയൊക്കെയാണ് സേഫ് മെത്തേഡ്, അൺസേഫ് മെത്തേഡ് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അതാണ് അടുത്ത് പറയുന്നത്. പിന്നെ നമ്മുടെ ആപ്പിൾ, ഡെല്ല് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇത് ഇവിടേക്ക് കൊടുക്കാൻ പറ്റും എന്ന്. ഓക്കെ, അവരത് വാങ്ങുന്നുണ്ട് പദ്ധതിയൊക്കെ അവരൊന്നും ബോധ്യപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സൈഡിൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക, ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ യൂസ്ഫുൾ ആണ്. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗാന്ധിയ ഭാഷയിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡ് കിട്ടാൻ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. ഓക്കെ.